നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നേര് എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചാണ്. ജീത്തു ജോസഫിൻ്റെ ഒരു ലോ ബഡ്ജറ്റ് ചിത്രം. കൂമൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം വരുന്ന ജീത്തു ജോസഫ് സിനിമയാണ്. അപ്പം സിനിമ ഇന്ന് കണ്ടു. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ജീത്തു ജോസഫ് ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് തന്നെ ഒരു കോർട്ട് റൂം ഡ്രാമയാണ് സിനിമ. ആദ്യം മുതൽ അവസാനം വരെ ആ കോർട്ടിൽ തന്നെയാണ് സിനിമ നീണ്ടുപോകുന്നത്. 2.5 മണിക്കൂറുള്ള സിനിമയാണെങ്കിൽ നമ്മൾ ഒട്ടും തന്നെ ബോറടിക്കുന്നില്ല. ജീത്തു ജോസഫ് പറഞ്ഞതുപോലെ തന്നെ ഇതിനകത്ത് വലിയ സസ്പെൻസോ കാര്യങ്ങളോ ഒന്നും സിനിമ ഒളിപ്പിച്ച് വെക്കുന്നില്ല. ആദ്യത്തെ ഒരു അരമണിക്കൂർ തന്നെ, അല്ലെങ്കിൽ സിനിമയുടെ സിനോപ്സിസ് വിക്കിപീഡിയയിലൊന്ന് വായിച്ചു നോക്കിയാൽ പോലും അതിൻ്റെ ഒരു സംഭവം എന്താണെന്ന് നമുക്ക് പിടികിട്ടും. എടുത്തു പറയേണ്ടത് 2 കഥാപാത്രങ്ങളാണ്. ഒന്ന് മോഹൻലാൽ അവതരിപ്പിക്കുന്ന വിജയ് മോഹൻ എന്ന് പറയുന്ന വക്കീലും, 2 സാറ എന്ന് പറയുന്ന കഥാപാത്രമായിട്ട് വരുന്ന അനശ്വര രാജൻ്റെ കഥാപാത്രമാണ് സാറ എന്ന് പറയുന്നത്. അപ്പം ഇവർ 2 പേരിലൂടെയാണ് സിനിമ നീണ്ടുപോകുന്നത്. കാഴ്ചയില്ലാത്ത സാറ ഒരു പീഡനത്തിനിരയാവുകയും പിന്നീട് അതിലേക്ക് സാറ ഫൈറ്റ് ചെയ്തെത്തുന്നതും ഒക്കെയാണ് സിനിമയിൽ കഥ പറഞ്ഞു പോകുന്നത്. അപ്പം സിനിമയിൽ സാറയ്ക്ക് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട്, അതായത് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ടാണ് വിജയ് മോഹൻ എന്ന് പറയുന്ന കഥാപാത്രമായിട്ട് മോഹൻലാൽ എത്തുന്നത്. പിന്നീട് അങ്ങോട്ട് നടക്കുന്ന കാര്യങ്ങളുമൊക്കെയാണ് ആ കേസ് എങ്ങനെ ഒരു എൻഡിലേക്ക് വരുന്നു എന്നതാണ് സിനിമ പറയുന്നത്. പ്രിയാമണിയുണ്ട്, സിദ്ദിഖുണ്ട്, ശാന്തി മായാദേവിയുണ്ട്. ശാന്തി മായാദേവിയും ജിത്തു ജോസഫും കൂടി എഴുതിയ ഒരു തിരക്കഥയാണിത്. ജഗദീഷ് ഉണ്ട്, പിന്നെ ആൻ്റണി പെരുമ്പാവൂർ ഒരു ചെറിയ കഥാപാത്രമായിട്ട് ഇതിനകത്ത് വരുന്നുണ്ട്. ആശീർവാദ് സിനിമാസിൻ്റെ ബാനറിൽ തന്നെയാണ് ഈ സിനിമയും നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് കമ്പാരിറ്റീവ്ലി ആശീർവാദ് സിനിമാസിൻ്റെ ഒരു ചെറിയ പടം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. കാരണം ഇത്രയും ചെറിയ പടം ഒരുപക്ഷെ ഇതിന് ചെറിയ പടം ഉണ്ടായിട്ടില്ല എന്നല്ല, പക്ഷേ ഇത് അതുപോലൊരു ചെറിയ പടമായിട്ട് വിശേഷിപ്പിക്കാവുന്നൊരു പടമാണ്. കാരണം വളരെ ചിലവ് കുറഞ്ഞ ഒരു പടം, പക്ഷേ അത് നമ്മളെ ത്രില്ലിംഗ് ആയിട്ട് നിർത്തിയിരിക്കുന്നു. കൈയടിക്കേണ്ട പല സീനുകളും നേര് എന്ന് പറയുന്ന സിനിമയ്ക്കകത്തുണ്ട്. ആദ്യ പകുതിയിലും 2ാം പകുതിയിലും ചില നിമിഷങ്ങളിൽ നമുക്ക് കൈയടിക്കാൻ തോന്നിയേക്കാം. കാരണം അത്രയ്ക്ക് നമ്മൾ കൈയടിക്കാൻ തോന്നിയെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ വില്ലൻ കഥാപാത്രങ്ങൾ അത്രയും ഗംഭീരമാവണമല്ലോ. അതിനകത്ത് സിദ്ദീഖും ഭയങ്കരമായിട്ടുള്ളൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. സിദ്ദീഖിൻ്റെ കഥാപാത്രം അടിപൊളിയാണ്. നമുക്ക് അത്രയ്ക്കും ക്രൂരത തോന്നിപ്പോകുന്ന ഒരു കഥാപാത്രമാണ് സിദ്ദീഖ് അവതരിപ്പിച്ചത്. അതുപോലെ തന്നെ പ്രിയാമണി. പിന്നെ എടുത്തു പറയേണ്ട പെർഫോമൻസ് തീർച്ചയായിട്ടും അനശ്വര രാജൻ ബ്ലൈൻഡായിട്ട്, കണ്ണ് കാണാൻ വയ്യാത്തൊരു സാറയായിട്ട് അടിപൊളിയായിട്ട് തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മോഹൻലാൽ, ഒരുപാട് നാളായിട്ട് നമ്മൾ കാത്തിരിക്കുന്നതാണ് മോഹൻലാൽ ഇപ്പോൾ തിരിച്ചു വന്നു പറഞ്ഞു. ഏതാ തിരിച്ചു വന്നിരിക്കുന്നു. മോഹൻലാലിൻ്റെ ഒരു അടിപൊളി സിനിമ തന്നെയാണ് നമ്മൾ കാണുന്നത്. വളരെ ലളിതമായിട്ട് കഥ പറഞ്ഞു പോകുന്ന സിനിമ. നമുക്ക് ഒരു കോടതിയിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നല്ല വ്യക്തമായിട്ട് തന്നെ സിനിമ കാണിച്ചിട്ടുണ്ട്. എവിടെയും നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നില്ല. നമ്മൾ ഓരോന്ന് ആലോചിക്കുമ്പോൾ അതിൻ്റെ എല്ലാം ക്ലാരിഫിക്കേഷൻസ് കഥ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പം എനിക്ക് പ്രത്യേകിച്ച് വലുതായിട്ടൊന്നും തോന്നില്ല. ആദ്യ പകുതി കണ്ടിരുന്നതിന് ശേഷം ഇതെന്താണ് ഇവർ ചോദിക്കാത്തത്, ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവുന്നുണ്ട്. പക്ഷേ 2ാം പകുതിയിൽ അതെല്ലാം ക്ലാരിഫൈ ചെയ്താണ് സിനിമ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നേര് കൈയടി നേടേണ്ട ഒരു സിനിമയാണ്. ഞങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ തന്നെ ഒരുപാട് പേര്, ഏകദേശം ഹൗസ്ഫുൾ ഷോയാണ്. അപ്പം അതിനകത്ത് തന്നെ പല സീനുകളിലും ഒരുമിച്ച് കൈയടിക്കുന്ന കണ്ടു. അപ്പം ചില സീനുകൾ നമുക്ക് വികാരം കൊള്ളുന്ന, ചില സീനുകൾ നമ്മൾ കണ്ണ് നിറയ്ക്കുന്ന, അങ്ങനെയുള്ള ഒരുപാട് സീനുകൾ നിറച്ച ഒരു സിനിമ തന്നെയാണ്. നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന പലതും ആണ് മോഹൻലാൽ അവിടെ പെർഫോം ചെയ്ത് കാണിക്കുന്നത്. മോഹൻലാലിൻ്റെ ഒരു തിരിച്ചുവരവ് എന്ന് തന്നെ പറയാവുന്ന നേര് തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഒരു കോർട്ടൂൺ ഡ്രാമയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും സിനിമ ഇഷ്ടപ്പെടും. കാരണം സിനിമ എവിടെയും 2.5 മണിക്കൂർ ഉണ്ടെങ്കിലും അത് എന്താവും എന്നുള്ള ആകാംക്ഷ അവിടെ കണ്ടിരിക്കാൻ പറ്റുന്നൊരു സിനിമയാണ്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.